ഇപ്പോൾ മാക്ടയുടെ ചെയർമാൻ ശ്രീ അജ്മൽ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ അജ്മൽ, ഇപ്പോഴത്തെ അമ്മ അടക്കം എത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് മാക്ടയ്ക്ക്? അജ്മൽ കേൾക്കാമോ? എന്താണ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച്? ഇവിടെ അത്യാവശ്യ എല്ലാ കാര്യങ്ങളിലും അറിയാവുന്ന പറഞ്ഞോളൂ, കേൾക്കാം. ഇവിടെ ചില ആൾക്കാർ ചില കാര്യങ്ങൾക്ക് അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആൾക്കാർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഓഫീസിലൊക്കെ ഒരുപാട് സാധനം വന്നിട്ടുണ്ട്. അതില് ഈ നടിമാരെ ചോദിച്ചപ്പോ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവരൊന്നും സത്യാവസ്ഥ ഒന്നും പറയുന്നില്ല. അവർ പേര് പറയാൻ പാടില്ല, ഇവരെ പേര് പറയാൻ പാടില്ല. പേര് പറയാതെ നമ്മൾ കാര്യം ഇടപെടണം. അത് ഇടപെടാൻ മാക്ട പ്രൊട്ടക്ഷൻ പറ്റില്ല. ഇതിൽ ചീറ്റിംഗ് നടക്കുന്നുണ്ട്. നിസ്സാര ചീറ്റിംഗ് അല്ല. അജ്മൽ, അതിനകത്തൊരു വ്യക്തത വേണം. അജ്മൽ, ഈ മാക്ടയെ സംഘടന എന്ന നിലയിൽ പരാതിയുമായി ഈ ഇത്തരം പീഡനത്തിന് ഇരയായവർ സമീപിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അത് എപ്പോഴൊക്കെയാണ് സമീപിച്ചത്? ഒരാഴ്ചയായിട്ട് ഞങ്ങളടുത്ത് പല പ്രാവശ്യമായി പല ആൾക്കാരും ഞങ്ങളുടെ പരാതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ മീഡിയാസിൽ വന്നിട്ടുള്ളവരാണോ അതോ അല്ലാതെയാണോ? അല്ലല്ല, പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അവരോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ പരാതി ഒരു എഴുതിത്താ, അത് എഴുതരാൻ പറ്റില്ല. നിങ്ങൾ മാക്ട ഫെഡറേഷൻ അല്ലേ? മാക്ട ഫെഡറേഷൻ ചെയർമാനാണ്. ഓക്കെ. അജ്മൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി അജ്മൽ ഇപ്പോൾ സൂചിപ്പിച്ചത് നിരവധി പേർ, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ ഒരാഴ്ച കൊണ്ടാണ് അല്ലേ? നിരവധി പേർ നിങ്ങളെ ഇത്തരത്തിൽ പീഡനമേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീകൾ സമീപിച്ചിട്ടുണ്ട് പരാതിയുമായി അല്ലേ? ഉണ്ട്, ഒരുപാട് പരാതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എത്ര പരാതി എത്തിക്കാണും? എന്തായാലും ഒരു 10-12 പരാതി വന്നിട്ടുണ്ട്. ഈ 12 ഇപ്പോൾ മീഡിയയിൽ കാണുന്നതല്ല, പുതിയ പരാതികളാണ്. പുതിയ പരാതികളാണ്. ഇവരൊക്കെ അറിയപ്പെടുന്ന നടിമാരാണോ? ഞാൻ അറിയപ്പെടുന്നവരുണ്ട്, അറിയപ്പെടാത്തവരുണ്ട്. അറിയപ്പെടുന്നവരുമുണ്ട്. ഉണ്ട്. ഇവർ എത്ര നാളായി ഈ മേഖലയിൽ നിൽക്കുന്നവരാണ്? അപ്പൊ അതിൽ സംശയം തോന്നിയത്, ഞാൻ ഈ പരാതി തന്ന 3 പേരെ ഞാൻ വിളിച്ചപ്പോ അവര് ഒരു പരാതി എടുത്ത പോലീസിലേക്ക് കൊടുക്കുന്ന അവര് തയ്യാറാകുന്നില്ല. ഇതിലെ ഡൗട്ട് വന്നത് എനിക്ക്. നമ്മള് ചിലവരെ എന്തറിയോ, നമുക്ക് എല്ലാ മേഖലയും എല്ലാം സംഭവിക്കുന്നെങ്കിൽ പോലും ഒരു സംഭവത്തിന്റെ ഒരു പരാതി തന്നാൽ ആ പരാതി അന്വേഷിക്കേണ്ട ഒരു കടമ ഒരു സംഘടന ഞങ്ങൾക്കുണ്ട്. ഇത് അന്വേഷിക്കുന്ന സമയത്ത് ഇതിൽ പല പരാതികളും ആരോ എന്തോ പറഞ്ഞു വിട്ട പരാതി പോലെ ഉണ്ട്. അതുകൊണ്ട് ഉദാഹരണം പറയാം, ഞാൻ ആളെ പേര് പറഞ്ഞില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞു. ആ പരാതി ഇന്നലെ പിൻവലിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പരാതി വാക്കാലാണോ പറയുന്നത് അതോ എഴുതി തരികയാണോ? വാക്കാലാണോ പറയുന്നത് അതോ എഴുതി തരികയാണോ? വാക്കാലല്ല, അവര് എഴുത്തന്നല്ല, അവരെ ഗ്രൂപ്പിൽ വന്ന സാധനമൊക്കെ എഴുതി തന്ന സാധനം നമ്മള് ഓഫീസറുണ്ട്. ഓഫീസറുണ്ട്. അപ്പോ ഇതിനൊക്കെ ഒരു അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ യഥാർത്ഥത്തിൽ അജ്മലിന് സംഘടനാ നേതാവ് എന്ന നിലയിൽ തന്നെ സമീപിക്കേണ്ട ബാധ്യതയുണ്ട്. ഉറപ്പായും സമീപിക്കുമല്ലോ, സംശയമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വനിതാ കമ്മീഷന്റെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടായിരുന്നു. അതില് ഫിലിം ചേംബറിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, സെക്രട്ടറിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, വനിതാ കമ്മീഷൻ മീറ്റിംഗിൽ വിളിച്ചായിരുന്നു. അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പരിപാടി ചെയ്തപ്പോഴ് ഫിലിം ചേംബറിൽ നമ്മുടെ മീറ്റിംഗിൽ വിളിച്ചപ്പോൾ അവിടെ നമ്മുടെ ഔദ്യോഗികമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകേണ്ട ആൾക്കാരെ ഞങ്ങൾ പോകാൻ തയ്യാറായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. അവിടുന്ന് ഫിലിം ചേംബറിൽ ഒരു ഓർഡർ വന്നു, നിങ്ങൾ മാക്ടയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഒരു സാധനം വന്നു. എന്ന് വെച്ചാല് മനസ്സിലായില്ല, ഒരിക്കൽ കൂടി ഒന്ന് ക്ലിയർ ആക്കി തരുമോ അജ്മൽ? വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചായിരുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് ഞാനും ബൈജു കൊട്ടായിൽ ഒരുമിച്ച് പങ്കെടുത്ത് ഒരുമിച്ച് പ്രസ് മീറ്റിംഗ് നടത്തിയതാ. സിബി മലിനുണ്ടായിരുന്നു, അവിടെ വേണ്ടപ്പെട്ട ഫെഫ്റ്റിയുടെയും മാക്ടയുടെയും ചെയർമാൻ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു, എല്ലാ സിനിമാ സംഘടനയും ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് എല്ലാരും കൂടി ഒരു സംഭവം ഉണ്ടാക്കി. എന്തിന്? മലയാള സിനിമ ശുദ്ധീകരിക്കാൻ വേണ്ടി എന്തൊക്കെയോ സംഭവം ഉണ്ടാക്കി. അത് ഫിലിം ചേംബറിനെ ഏൽപ്പിച്ചു. ഞങ്ങളെല്ലാം പോയി.
പിന്നെ ഒരു മീറ്റിങ്ങിന് യഥാർത്ഥ സ്ഥാനം കമ്മിറ്റി തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഫെഫ്കെ എന്ന സംഘടനയുടെ ഇപ്പോഴത്തെ, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അല്ല, പറയൂ. ഫെഫ്കെ എന്ന സംഘടനയുടെ കുറച്ച് ആൾക്കാർ വേണ്ടപ്പെട്ടു പറഞ്ഞു മാക്ടയെ വിളിക്കരുത്, മാക്ടയെ വിളിച്ചാൽ പലതും പുറത്തു വരും. മാക്ടയെ വിളിച്ച ഫെഫ്കയുടെ എല്ലാ സാധനവും, അമ്മയെ കുറിച്ചല്ല പറഞ്ഞ, മാക്ടയെ കുറിച്ചാ, മാക്ടയുടെ കാര്യം പറഞ്ഞേ. മനസ്സിലായി. അവിടെ ഫെഫ്കെ എന്ന സംഘടന അവിടെ സിയാദ് എന്നൊരു അഡ്വക്കേറ്റ് ഒരു സാധനം കൊടുത്തു. പറയൂ. ഇത് ഇടങ്ങേറ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. കാരണം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ അജ്മൽ, ഇപ്പോൾ മാക്ട യഥാർത്ഥത്തിൽ രണ്ടെണ്ണമില്ലേ? മാക്ട ഫെഡറേഷൻ, മാക്ട അസോസിയേഷൻ അല്ലേ? അസോസിയേഷൻ ആദ്യം ഉണ്ടായ മാക്ട ഫെഡറേഷൻ 2017 മാക്ട വിളിച്ചിട്ടാണ് ഫെഫ്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ഈ കംപ്ലീറ്റ് ഗുണ്ടായിസം മുഴുവൻ നടന്നത്. അതിനുശേഷമാണ് നമ്മളൊരു കമ്മിറ്റി വിളിച്ചാൽ പോലും നമ്മൾ ഉൾപ്പെടുത്താൻ ചേംബറിനോ പ്രൊഡ്യൂസറിനോ തയ്യാറല്ല. കാരണം ഞങ്ങളുടെ എല്ലാ യഥാർത്ഥ കാര്യങ്ങളുണ്ട്, അവര് പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷണ സംഘത്തെ സമീപിച്ചാൽ, ഇപ്പോൾ നിലവിലൊരു അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടല്ലോ, അവരുടെ ആദ്യ യോഗം കഴിഞ്ഞ നടപടികൾ തുടങ്ങി. അപ്പോൾ അവരെ സമീപിക്കുമോ നിങ്ങൾ? ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസം അറിയോ, ഞാൻ ഒന്നും പറഞ്ഞ നിഷ്പക്ഷ പറയാണ്, രാഷ്ട്രീയ വിട്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരെ വന്നത്. പൂഴ്ത്തി വെച്ചാൽ ചില 5 ഭാഗമോ 6 ഭാഗമോ മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും അതുപോലും വരണമെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായില്ലെങ്കിൽ വരില്ലായിരുന്നു, വേറെ ഗവൺമെന്റ് ആണ് വരില്ലായിരുന്നു. ശ്രീ അജ്മൽ പറയൂ, അജ്മൽ ധൈര്യമായി പറയൂ. അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ മാക്ട ഫെഡറേഷന് മുമ്പിൽ നിൽക്കുന്ന പരാതികൾ? ആരാണ് ഇതിനെ പൊളിക്കാനായി ശ്രമിക്കുന്നത്? അതിനുള്ള താങ്കളുടെ പക്കൽ അതിനുള്ള തെളിവുകളുണ്ടോ? അടക്കം സമഗ്രമായി ഉറപ്പായിട്ടും ഒരു പവർ കമ്മിറ്റി, വിനയൻ സാറ് പറഞ്ഞ ഒരു പവർ കമ്മിറ്റി ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ ഓരോ വ്യക്തിയെ പറയുന്നില്ല, എല്ലാം ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്, ഒരു സംശയമില്ല. ഓൾറെഡി ഒരു ജൂനിയേഴ്സ് സംഘടന ഞങ്ങൾക്കുണ്ട്, അവർ ഒരുപാട് പരാതി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഫെഫ്കയ്ക്കില്ല. ഞങ്ങളിലുണ്ട് പരാതി ഉണ്ട്, ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവര് ഡയറക്റ്റായി കൊടുക്കാതുകൊണ്ട് മാത്രമാണ്, പോലീസിന് സമീപിക്കാതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ അഭിപ്രായം വേണമല്ലോ, ഞങ്ങളുടെ അഭിപ്രായം മാത്രം പോരല്ലോ, അവർക്കും വേണ്ടേ, അവര് പറയണ്ടേ, ഞങ്ങൾ ഇങ്ങനെ ഉപദേശിച്ച് പറയണ്ടേ. അവരെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ, അവര് പരാതി തന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, അവർ നമ്മൾ അത് ഒരു പോലീസിന് കൊടുക്കണമെങ്കിൽ അവർ ഉറച്ചേക്കണ്ടേ. അല്ല, ഈ മാക്ട ഫെഡറേഷൻ അടുത്ത നടപടി എന്തുവാണ്? കാരണം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളാണോ നിങ്ങളുടെ മുമ്പിൽ പരാതിയുമായി എത്തിയത്? അജ്മൽ, സപ്പോർട്ട് ആർട്ടിസ്റ്റ് യൂണിയന്റെ പ്രസിഡന്റ് കൂടി ഞാനാ. എനിക്ക് ഒരുപാട് പരാതികളുണ്ട്. കോഴിക്കോട്, തൃശ്ശൂര്, തിരുവനന്തപുരം പരാതി അത്യാവശ്യം ഓഫീസുണ്ട്. ഇത് താൽക്കാലികമായിട്ട് ഇവരോട് ചോദിക്കണമല്ലോ, ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ? അജ്മൽ, ഈ പരാതികൾ മാക്ട ഫെഡറേഷന് മുന്നിൽ പരാതികൾ എത്തുമ്പോൾ ഇത് മുക്കാൻ ഏതെങ്കിലും സംഘടനകൾ ശ്രമിക്കുന്നു എന്നാണോ അജ്മലിന്റെ ആരോപണം? 100% ഉണ്ട്. അത് ഏത് സംഘടനയാണ്? ഞാൻ ആളെ പേരൊന്നും പറഞ്ഞില്ല. അത് ഏത് സംഘടനയാണ്? ആരാണ്? പറയൂ. ഫെഫ്കയെ ബന്ധപ്പെട്ട കുറെ നേതാക്കന്മാര്, അമ്മയായിട്ട് ബന്ധപ്പെട്ടോ ഫെഫ്കയെ ബന്ധപ്പെട്ട കുറെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല. അവരെന്താണ് പറയുന്നത്? ഞാൻ അവരുമായിട്ട് അത്ര ബന്ധമുണ്ട്. അവരെന്താണ് പറഞ്ഞതെന്ന് പറയൂ. അവര് പറയുന്നത്, ഇത് നമുക്ക് എല്ലാം ഒരുമിച്ച് പോയിക്കൂടെ, നമ്മൾ എന്തിനാ ഈ പ്രശ്നത്തിലേക്ക് പോകുന്നേ, നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ പോയിക്കൂടെ, എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ, മലയാള സിനിമന് മാത്രമല്ല പുറത്തൊക്കെ സംഭവം ഉണ്ടല്ലോ, നമുക്ക് എന്തിനാ ഈ അതിലേക്ക് പോകണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ വിളിക്കുന്ന നമ്മുടെ ഞാൻ ആളെ പേര് പറഞ്ഞില്ല, ഉണ്ട്, ഫെഫ്കയുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. നിലവിലത്തെ നേതാക്കന്മാരും ഉണ്ട്. നേതാക്കന്മാരെ വിളിക്കുന്ന താഴെ കിടക്കുന്ന ആരും എന്നെ വിളിക്കാറില്ല. അമ്മയുടെ നേതാക്കന്മാരെ വിളിക്കാറുണ്ട്. അവരെന്താണ് പറയുന്നത്? അവരും പറയുന്നത് നമുക്കെല്ലാം ഒരുമിച്ച് പോയിക്കൂടെയാണ്. അങ്ങനെ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ട് WCC മാത്രമല്ല മാക്ട ഫെഡറേഷൻ കൂടി ഇറങ്ങിയോണ്ടാ ഇത് കേസായി വന്നത്. ഇല്ല, വരില്ലായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇതുവരെ ഹേമ കമ്മിറ്റിയിലെ ചിലപ്പം കുറച്ച് മാസങ്ങൾ ലേറ്റായ പോലും ആ മുഖ്യമന്ത്രിയുടെ പവർ കൊണ്ട് ഇവരെ എത്തിയല്ലോ. എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അടുത്ത മാക്ട ഫെഡറേഷന്റെ നടപടികൾ എന്തൊക്കെയാണ്? ഈ പരാതിയിന്മേൽ മുമ്പോട്ട് പോവുകയല്ലേ? കാരണം ഇപ്പോ താങ്കൾ പറഞ്ഞതനുസരിച്ച് അജ്മൽ താങ്കൾ പറഞ്ഞതനുസരിച്ച് അമ്മയുടെയും ഫെഫ്കയുടെയും നേതൃത്വത്തിലുള്ളവർ നേരത്തെ വിളിച്ചിട്ടുണ്ട്
ഈ പരിപാടിയൊക്കെ എന്നെ ഒത്തുതീർപ്പ് സമവായത്തിൽ അങ്ങ് വിളിക്കുന്നുണ്ട്. പോകുമെന്ന്. അതിന്റെ evidence എന്തെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാക്ട ഫെഡറേഷൻ അടുത്ത നടപടി എന്താണ്? 100% ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത് സർക്കാർ എടുക്കേണ്ട കേസാണിത്. മൊഴി കൊടുക്കേണ്ടവര് മൊഴി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. അല്ല, മാക്ട ഫെഡറേഷന്റെ അടുത്ത നടപടി എന്താണ്? ഈ മാക്ടയുടെ ലഭിച്ച പരാതികളുടെ അടുത്ത അടിസ്ഥാനത്തിൽ അത് നടപടി അന്വേഷണ സംഘത്തിന് മുന്നിൽ അവതരിപ്പിക്കുമോ? എങ്ങനെ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ മാക്ടയ്ക്ക് ലഭിച്ച ഈ പരാതികൾ സമർപ്പിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വനിതാ കമ്മീഷന്റെ മീറ്റിംഗിന് വിളിച്ച് ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഫിലിം ചേംബറിന്റെ മീറ്റിംഗിൽ, അവിടെയാണ് മീറ്റിംഗ് എടുത്തത്, കൊച്ചിയിലെ സംഭവം, അവിടെ ഞങ്ങളെ ഒഴിവാക്കി. ഫെഫ്ക ഇടപെട്ട് നേതാക്കന്മാർ ഒഴിവാക്കി, ഞങ്ങൾ ഒഴിവാക്കി അവിടെ. പക്ഷെ നിങ്ങളുടെ അവിടെ ഞങ്ങൾ ഒഴിവാക്കിയാലും ഞങ്ങളുടെ സമൂഹത്തിന്റെ മുന്നിൽ പത്രങ്ങൾ എന്തായാലും ആൾക്കാരും ഞങ്ങൾ ഉണ്ടാവുന്നല്ലോ. പ്രതിഷേധമായി ഞങ്ങൾ എന്നെ ഒഴിവാക്കിയാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും. അല്ല, അതൊക്കെ അത് നിങ്ങളുടെ സംഘടനാപരമായ പ്രശ്നം. എനിക്കറിയേണ്ടത് ഇപ്പോൾ അതിജീവതകളായ, അതായത് അജ്മൽ പീഡനത്തിന് ഇരയായിട്ടുള്ളവർ മാക്ട എന്ന ഫെഡറേഷനെ സമീപിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക? എന്താണ് ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്? അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ വിവരങ്ങൾ പാസ് ചെയ്യുമോ? അവരുടെ പരാതി നമ്മളിലുണ്ട്. പക്ഷെ അവര് തയ്യാറാണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് വ്യക്തമായി ചെയ്യാൻ പറ്റുമോ? അല്ല, ഇത് അറിയിക്കാമല്ലോ. സംഘടനയുടെ നേതൃത്വം എന്ന നിലയിൽ ഇത് അറിയിക്കാം. ഒന്ന്, ഇതിനെതിരായി ഫെഫ്കയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ നേതാക്കന്മാർ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് ഫെഡറേഷനെ വിളിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അറിയിക്കണ്ടേ? അതല്ലേ ഒരു പൗരന്റെയും ഒരു സംഘടനാ നേതാവിന്റെയും കർത്തവ്യം. അത് നിറവേറ്റുമോ അജ്മൽ? അതിന്റെ 100% ചെയ്യും. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിൽ വേണ്ടപ്പെട്ട ആൾക്കാരും സർക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഒരുമിച്ചുണ്ട്. ഉണ്ടല്ലോ, സർക്കാർ ഉണ്ടല്ലോ എല്ലാ ഘട്ടത്തിലും. സർക്കാർ ഉറപ്പ് സംശയമൊന്നുമില്ല. സർക്കാർ ഉണ്ടായോണ്ടാണല്ലോ നമ്മൾ ഇതുവരെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ ഘട്ടത്തിലും സർക്കാർ ഒപ്പമുണ്ടെന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. സർക്കാരിന്റെ ഇച്ഛാശക്തിയല്ലേ? ഇല്ലെങ്കിൽ എടുക്കുമോ? ഇല്ലല്ലോ.